ആരെങ്കിലും എല്ലാവരും ഒന്നുകൂടെ കേൾക്കട്ടെ. Get changes in self and others. നിനക്കും മറ്റുള്ളവർക്കും ചേഞ്ചസ് കിട്ടിയിരിക്കും. പക്ഷെ നീ ബക്കറ്റ് അപ്രൈറ്റ് ആയിട്ട് വെച്ചാൽ മതി. ബക്കറ്റ് അപ്രൈറ്റ് ആയിട്ട് വെക്കാന്ന് പറഞ്ഞാൽ ഇതാ കേട്ടോ. അപ്സൈഡ് ഡൗൺ ആയിട്ട് വെക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ ഞാൻ വെച്ചതെന്ന് കൂട്ടുക. എന്തെല്ലാം കോരി ഒഴിച്ചാൽ എന്തെങ്കിലും കിട്ടും അങ്ങോട്ട്. ഇതുപോലെ ഇട്ടായിട്ട് ഇനി അപ്രൈറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് നിറച്ചുണ്ടെന്ന് നോക്കുക. പായസമോ പാലോ എന്തെങ്കിലും ഉണ്ടോ, വെള്ളം ഉണ്ടെന്ന് കൂട്ടിക്കോ. എന്നാ കിട്ടും? ഞാൻ തരുന്ന എല്ലാം ഓവർഫ്ലോ ചെയ്ത് പോകും. അതാണ് ഇപ്പൊ കണ്ടീഷൻ. ഇതാണ്, ഇറ്റ് ഷുഡ് ബി അപ്രൈറ്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി എംപ്റ്റി. അതിനിവിടെയുള്ള ഒരാള് ഉണ്ട്, ഒരു വില്ലനുണ്ട്. പുള്ളിക്കാരത്തി പറയും ക്ലീൻ സ്ലേറ്റുമായിട്ട് വരണം നോക്കി. നിങ്ങളൊക്കെ സ്കൂളിൽ പോയ കാലത്ത് സ്ലേറ്റ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. കല്ലിന്റെ ഒരു സ്ലേറ്റ് എന്ന് പറയും, ബ്ലാക്ക് ബോർഡ് വരും. ആ സാധനം ക്ലീൻ ആയിരിക്കണം. ക്ലീൻ അല്ലെങ്കിൽ എവിടെയാണ് എഴുതുന്നത്? ഇറ്റ് ഈസ് ഓൾറെഡി ഫുൾ. സോ ദ മൈൻഡ് ഷുഡ് ബി എംപ്റ്റി ആൻഡ് ഇറ്റ് ഷുഡ് ബി ക്ലീൻ. എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഇരിക്കുമ്പം ഇപ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത്. യു ആർ ജസ്റ്റ് ആൻ LKG സ്റ്റുഡൻറ്. ഒന്നും അറിയത്തില്ല. ഇപ്പൊ NLP മാസ്റ്റർ പാസ്സായ ആൾക്കാരുണ്ട്, 10-15 വർഷമായിട്ട് NLP പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് നിങ്ങളുടെ ഒന്നും കളയണ്ട, കീപ് ഇറ്റ് എ സൈഡ്, ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഒരു ശകല സ്പേസ് ഇതിടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നു. എന്നിട്ട് ഈ 1 മണിക്കൂറത്തെ ക്ലാസ് കഴിയുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നിങ്ങൾ മൊത്തം കയറ്റി തിരിച്ചിട്ടു. ഒരു ശകലം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തം ഇടാൻ പറ്റത്തില്ല. ഇതിനെ അവിടെ നിലത്തിലേക്ക് ബാക്കിയെ കയറുക. അതാണ് മീനാക്ഷി പറഞ്ഞത്, എന്തെങ്കിലും ഒരു ശകലം കിട്ടും എന്ന് പറയുന്നു. അപ്പൊ എന്തെങ്കിലും ശകലം കെട്ടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ടാക്കി വെക്കണ്ടേ? ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി ക്ലിയർ ആയിട്ട് പറയാം. ഓ, ഇത് നമ്മുടെ ഇന്നസെന്റ് ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞു. ഓ, അത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്പർ 3 ഒത്തിരി കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ഞാൻ ക്ലാസ് എടുക്കാൻ പറയും, ഓ ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാ സാറേ. ഓ ഇതെവിടുന്നോ എനിക്കറിയാം, ഞാൻ പണ്ടുങ്ങാണ്ട് കേട്ടിട്ടുണ്ട്. ഇല്ലെങ്കിലും ഞാൻ വിചാരിച്ചു ഇതായിരിക്കും സാറ് പറയാൻ പോകുന്നത്. ഇങ്ങനെ ഉള്ളിലത്തെ ആ വ്യക്തി ചലച്ചോണ്ടിരിക്കും. ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, യു കനോട്ട് നോട്ട് കമ്മ്യൂണിക്കേറ്റ്. നീ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഇരിക്കില്ലെന്നാണ് പറയുന്നത്. പറഞ്ഞാൽ ഓരോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡും സംതിങ് ഈസ് കമ്മിങ് ഔട്ട്. കമ്മിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരണമെന്ന് നിർബന്ധമില്ല, മനസ്സിൽ ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കും. അതാണ് തോട്ട്സ് എന്ന് പറഞ്ഞത്. നിങ്ങൾക്കറിയാൻ പറ്റേ, യു ആർ ഓൾവേസ് തിങ്കിങ്. നിങ്ങൾക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റത്തില്ല. ചിന്ത നിർത്താതെ കൊണ്ട് നിനക്ക് ഉറങ്ങാനും പറ്റത്തില്ല. ഈ തലേന്ന് ഇതെല്ലാം എടുത്ത് കളയണം, ഇല്ലെങ്കിൽ ഉറക്കം വരികയില്ല. അതിന്റെ ബ്രെയിൻ ഒരു സൂത്രം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും NLPയുടെ ഭാഗമല്ല. ബ്രെയിൻ ഒരു ക്ലോക്ക് ഉണ്ട്. ആ ക്ലോക്ക് ടിങ് അടിച്ചു കഴിയുമ്പോൾ നീ ഉറങ്ങുന്നില്ലെങ്കിൽ ബ്രെയിൻ ഒരു കെമിക്കൽ നിന്റെ തലയിലോട്ട് പമ്പ് ചെയ്യും. അന്നേരം ഒരു സെഡേഷൻ, ഒരു തലകറക്കം പോലെ തോന്നിട്ട് നീ അങ്ങ് ഉറങ്ങിപ്പോകും. അതാണ് ബ്രെയിനിന്റെ സൂത്രം. പക്ഷേങ്കിൽ നീ അതിനെ വെല്ലുവിളിച്ചിട്ട് അത് വന്നാൽ അതിനെ അതിജീവിക്കത്തക്ക വിധത്തിലുള്ള ശക്തമായ ചിന്തകളാണ് നിന്റെ മനസ്സിൽ കിടക്കുന്നെങ്കിൽ, സാറേ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇതാ കാര്യം. ഇതാണ് ഈ ചിന്തകൾ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ, സാറാ മുമ്പേ പറഞ്ഞല്ലോ, നമുക്കൊരു പുറം ലോകമുണ്ട്. ഈ ലോകത്തിനെ നീ മൊത്തം അങ്ങോട്ട് വിഴുങ്ങുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നിനക്കത് വിഴുങ്ങാൻ പറ്റില്ല. ഇറ്റ് ഈസ് സോ ഹ്യൂജ്, ഭയങ്കരമാണ്. 20 ലക്ഷം ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ ആണ് ഒരു സെക്കൻഡ് നിനക്ക് കിട്ടുന്നത്. ഇതെല്ലാം കൂടെ എങ്ങനെ വിഴുങ്ങുന്നത്? നിന്നൊക്കെ വിഴുങ്ങാനുള്ള വലിപ്പം
134 ഉള്ളൂ. അപ്പൊ അതെങ്ങനെയാലും നടക്കില്ല. അപ്പൊ ഒരു ശക്കലം മാത്രമേ നിനക്ക് കിട്ടുന്നുള്ളൂ. അതും നിന്റെ ആ ഇറങ്ങി പോകുന്ന ഭാഗമൊക്കെ അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടക്കുന്നു. അതിലൂടെ കയറി അവിടെ ചെല്ലുമ്പോഴത്തേക്കുണ്ടല്ലോ, ശരിക്കുള്ള ലോകത്തിന്റെ ഒരു ഷേപ്പും അതിന് കാണത്തില്ല. അപ്പൊ നിന്റെ ഉള്ളിൽ കയറി കിടക്കുന്ന ഈ സാധനം, ഇതാണ് നിനക്ക് പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അതിനാണ് നമ്മുടെ NLP കൂടെ ചേഞ്ചസ് വരുത്താൻ പോകും. അതാണ് വലിയൊരു സൂത്രം എന്ന് പറയുന്നത്. വലിയൊരു കണ്ടുപിടുത്തം തന്നെയാണ്. അപ്പൊ അകത്ത് കയറി വികലമായിട്ട് കിടക്കുന്ന ലോകത്തിനെ, ആ ചെറിയ ലോകത്തിനെ, നിനക്ക് ആവശ്യമുള്ള ഇതൊന്നും നിനക്ക് ആവശ്യമില്ല, അനാവശ്യമായിട്ടുള്ളതാണ്. ഈ ലോകം പയ്യെ അവിടെ നിന്ന് വിടുമ്പോഴത്തേക്കും നിന്റെ ചങ്ക് പൊട്ടും, അത് പൊട്ടും, ഇത് പൊട്ടും, നീ ആകെ ഔട്ടാവും, ഭ്രാന്ത് പിടിക്കും. അപ്പൊ അവനെ നിനക്ക് സൗകര്യപ്രദമായ രീതിയിൽ ആക്കിയെടുക്കുന്ന ടെക്നിക്കാണ് NLP. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വേണമെന്ന് തോന്നിയാൽ മതി. ഇഫ് യു ആർ ഹാപ്പി അബൌട്ട് വാട്ട് യു ആർ നൗ, ഇറ്റ്സ് വെരി ഗുഡ്. ജസ്റ്റ് ബി. ഈ ക്ലാസ് കഴിയുമ്പോൾ ഇത്രയേ ഉള്ളല്ലേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് പുറത്ത് കിടക്കുന്ന ലോകം അതുപോലെ കയറി കിടക്കും, ഒരു കുഴപ്പമില്ല. ഫൈൻ, യു ആർ എ ഹാപ്പി പേഴ്സൺ. ഹാപ്പി ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഇത്. ഹാപ്പി ആകണം എന്നുള്ള ആൾക്കാർക്ക്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പം നമ്മൾ ഹാപ്പിനെസ് അല്ലേ? ക്രിസ്ത്യാനികൾക്ക് ഒരു വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ എവിടെയാ എഴുതി വെച്ചിട്ടുണ്ട്, യു ആർ ക്രിയേറ്റഡ് ഇൻ ദ ലൈക്ക്നെസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നീ ദൈവത്തിന്റെ ഛായയില നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, നീ പരിപൂർണനാണ്. അപ്പൊ പിന്നെ എന്നാ കുഴപ്പമിരിക്കുന്നു? ഒരു കുഴപ്പമില്ലെങ്കിൽ നീ എന്തിനാ ഒരു പാമ്പിനെ കാണുമ്പോൾ പേടിക്കുന്നു? ഒരു കുഴപ്പമില്ലെങ്കിൽ ഒരു സ്ത്രീനെ, ഒരു പുരുഷനെ, വേറൊരു വ്യക്തിനെ കാണുമ്പോൾ നീ എന്തിനാ അസൂയപ്പെടുന്നു? ഒരു കുഴപ്പമില്ല. അസൂയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഏത് നേരം നിന്റെ മനസ്സ് നീ അതിന്റെ പോള അമ്പടി, അവന്റെ നടപ്പ് കണ്ടില്ലേ, എടുപ്പ് കണ്ടില്ലേ, എനിക്കും ഇതൊക്കെ പറ്റും. ഇവിടെ എത്ര പേരുണ്ട് അസൂയില്ലാത്തവര്? എനിക്ക് അസൂയൊന്നുമില്ലെന്ന് പറയും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ അതേ തരപ്പടിയിലുള്ള പല ആൾക്കാരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് അവരുടെ ആ പെർഫോമൻസ് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടും തോന്നാറില്ലേ? ഒരു കുഴപ്പമില്ല. എന്നാ കുഴപ്പമില്ല. നിങ്ങൾ സൈക്കിളെ ചവിട്ടി പോകുമ്പം വലിയ പണ്ടത്തെ രീതിക്കാണ് നമ്മൾ ഇമ്പാല കാർ എന്ന് പറയും. ഇപ്പൊ അതൊന്നും അല്ല, ഇപ്പൊ ബെൻസ് കാർ. ഒരാൾ ബെൻസക്കാരെ ഇങ്ങനെ ചാരി കിടന്നോ പോകുന്ന കാണുമ്പം അമ്പടോ അവന്റെ പോക്ക് കണ്ടില്ലേ? ആ പോകുന്ന വഴിക്ക് ആ ചെളിവെള്ളം കൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് തെളിപ്പിച്ചു വിട്ടു, തീർന്നു. നിങ്ങൾ പറയാത്ത തെറിയില്ല. എന്തൊരു മണ്ടനല്ലേ മണ്ടിയാ നിങ്ങൾ. അയാൾക്ക് എന്തെങ്കിലും യേശുവോ? ഒന്നാമത്തെ കാര്യം, അയാൾ ചില്ലൊക്കെ പൊക്കിയായി ഇരിക്കുന്നത്, ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അയാളുടെ വഴിക്ക് പോയത്, നിങ്ങൾക്ക് ഒരു പിടിയും കിട്ടാൻ മതി. എന്നാലും നമ്മൾ ചീത്ത പറയും. ചീത്ത പറയുന്നത് എന്നാന്നറിയോ? ഒരു കത്തി എടുത്തിട്ട് സ്വയം കുത്തുന്നതിന് തുല്യ. വേറൊരാൾ കുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് തട്ടുകയെങ്കിലും ചെയ്യാം. ചിലപ്പോൾ നിങ്ങളുടെ കൈ മുറിയുമായിരിക്കും, വല്ല ഒടിക്കും പോകായിരിക്കും. പക്ഷെ യു ക്യാൻ ഡു സംതിങ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓടാൻ പറ്റുമെങ്കിൽ ഓടുക അങ്ങനെ ചെയ്യാം. പക്ഷെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കത്തി വെച്ചിട്ട് സ്വയം കുത്തുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? യു വിൽ സഫർ. ഇതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെത്താൻ കത്തി എടുത്ത് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് കിട്ടണം, അയ്യോ ഭാവേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. ഹൂ ക്യാൻ ഹെൽപ്പ് യു? നോബഡി ക്യാൻ ഹെൽപ്പ് യു. പക്ഷെ വഴിപഴച്ചാണേലും ഇങ്ങനെ നമ്മുടെ ക്ലാസ്സുകൂടെ കയറിയിട്ടുണ്ടെങ്കിൽ then you will know, ഇങ്ങനെയൊരു സംഗതി ഉണ്ട്, വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഐ വിൽ ഗെറ്റ് ചേഞ്ച്. ഞാൻ റെഡിയായാൽ മതി, ബക്കറ്റ് നേരെ വെച്ചാൽ മതി, empty ആക്കിയാൽ മതി, ചേഞ്ചിനാകും. ഒരു കുഴപ്പമില്ല. ഇനി ചേഞ്ചിനാക്കുന്നതിന്റെ സൂത്രം കൂടെ ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളിപ്പോൾ 6 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അതെന്നാ പറഞ്ഞേക്കാം. ഇതിനകത്തേക്ക് കയറുന്ന ഈ ലോകമൊക്കെ വികൃതമായിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ. അതിനെ അങ്ങോട്ട് നേരെയാക്കിയാൽ മതി. ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞായിരിക്കുന്നെങ്കിൽ ആകെ അങ്ങോട്ടൊന്ന് പിടിച്ച് ഇങ്ങോട്ടൊന്ന് തിരിച്ച് നേരെയാക്കി വെച്ചാൽ മതി. കാര്യം കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. ദിസ് ഈസ് വാട്ട് വി ആർ ഡൂയിങ്. അകത്ത് കയറി കിടക്കും. ഇച്ചൂടെ വളരെ ക്രിസ്പായിട്ട് പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ, നിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ ഞാൻ നീ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ഉദ്ദേശം കേട്ടോ, അല്ലാണ്ട് വിത്ത് ഓൾ ദ ഡ്യൂ റെസ്പെക്ട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. നീ എന്ന് പറയുന്നൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെന്ന് പറഞ്ഞാൽ മനസ്സിനൊന്നും മനസ്സിലാവത്തില്ല. നിങ്ങൾക്കൊരു മനസ്സില്ലല്ലോ. നിനക്കൊരു മനസ്സുണ്ട്, അവനൊരു മനസ്സുണ്ട്, അവൾക്കൊരു മനസ്സുണ്ട്. അവർക്കൊരു മനസ്സില്ല.
ഒരു മനസ്സ് ഒരാൾക്കുള്ളതാണ്. അപ്പൊ നിന്റെ മനസ്സ്, നിങ്ങളെ ഒരു വഴിക്ക് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ട് മാർക്കറ്റിൽ പോകാന്ന് വിട്ടോ, ചന്തയിൽ പോകുന്ന വഴിക്ക്, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന വഴിക്ക് പോകുമ്പോ അച്ഛ ഒന്ന് മ്യൂട്ട് ചെയ്തേരെ. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്തോ കേട്ടോ. എല്ലാരും എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ അതില്ല കേട്ടോ. അപ്പോ പോകുന്ന വഴിക്ക് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, പള്ളിയിൽ പോവുക, അമ്പലത്തിൽ പോവുക, സ്കൂളിൽ പോവുകയാണെന്ന് അങ്ങനെ വിചാരിക്കും. പോകുന്നേക്ക് ഒരു കുഡൂസ് വഴി കൂടെ പോയപ്പം ഒരു പാമ്പ് അവിടെ വെറുതെ കിടക്കുക. പാമ്പിനെ പറ്റി, പാമ്പെന്ന് പറയുമ്പോൾ പേടിയുള്ളവരുടെ പറഞ്ഞാലും കേട്ടോ, അത് മാറ്റിത്തരാം. ഇവിടെ അങ്ങനത്തെ സൂത്രമൊക്കെ നമ്മൾ ചെയ്തു തരും, ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഇന്ന് ചെയ്യുന്ന തെറാപ്പിയൊക്കെ ഫ്രീ ആയിരിക്കും, ആർക്കും വേണമെങ്കിലും ഇവിടെ വെച്ച് കൊടുക്കും, ഒരു കുഴപ്പമില്ല. അതിനൊന്നും അധികം നേരം വേണ്ട, ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മാറ്റിത്തരാം. ഓക്കെ. അപ്പൊ ഒരു പാമ്പ് അവിടെ കിടക്കുന്നു. കണ്ടപാടെ സാധാരണഗതിയിൽ നിങ്ങളെപ്പോലുള്ള വീരശൂര പരാക്രമയുടെ കാര്യമില്ല പറയുന്നത്, എന്നെപ്പോലെ ഒരു പാവത്താനായിട്ടുള്ള ഒരാളങ്ങ് പോവുകയാണെങ്കിൽ അയ്യോ പാമ്പെന്ന് പറയും. പാമ്പ് പേടിച്ച് കാണിയല്ലേ, ഉടനെ പാമ്പ് ഒരു ഓട്ടോ ഓടും. ഈ ഓടിയ പാമ്പ് എങ്ങോട്ടാ പോയത്? ഇതിന്റെ ഉള്ളിലേക്കാണ് കയറിയത്, തലയുടെ ഉള്ളിലേക്ക്, നമ്മുടെ തലച്ചോറിലേക്കാണ് കയറിയത്, എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് കയറി. പാമ്പ് പേടിച്ച് ഓടിയതാണ്. അവിടെ പോയിട്ട് എവിടെയെങ്കിലും കയ്യാലയുടെ കല്ലിന്റെ ഇടയ്ക്ക് കയറി ഒളിച്ചു. പിന്നെ കയ്യാല മാത്രമേ ഉള്ളൂ, പാമ്പ് ഇല്ല, കയ്യാല മാത്രമേ ഉള്ളൂ. പക്ഷെ എങ്ങനെ ഉള്ളിൽ കയറിയ പാമ്പുണ്ടല്ലോ, അവനവിടെ കിടപ്പുണ്ട്, അവനവളോ. ഇത് പയ്യെ തല താത്തിയാ പോയെങ്കിലും അകത്ത് കയറിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേ ഇവന് ഇങ്ങനെ തലയങ്ങ് പോകും. ശബ്ദമൊന്നും നേരത്തെ ഇല്ലായിരുന്നു. ഉടനെ ഇവന്റെ ചീറ്റലും തുടങ്ങും, നാക്കും പുറത്തേക്ക് വരും. ഈ ഏത് പാമ്പാ പ്രശ്നം ഉണ്ടാക്കുന്നത്? പോയ പാമ്പ് അതിന്റെ വഴിക്ക് പോയി. വല്ല സുരേഷും ഉണ്ടായിരുന്ന അവനാണെങ്കിൽ പിടിച്ച് ചാക്കനൊക്കെ അവൻ കൊണ്ടുപോയി കാണും, കാട്ടിക്കൊണ്ടുപോയി വിട്ട് കാണും. പക്ഷെ ഈ അകത്ത് കയറിയ പാമ്പ് അവിടെ കിടക്കും. അവൻ കിടന്ന് ഓരോരോ പണികളൊക്കെ കാണും. ഉടനെ രാത്രിയിൽ ഒച്ചപ്പാടും ബഹളമായി. ഇതാണ് പ്രശ്നം. അപ്പൊ അവനെ നമ്മൾ ശരിയാക്കി എടുക്കുക, ഇതാണ് NLP ചെയ്യുന്നത്. അകത്ത് കയറി ശല്യം ഉണ്ടാക്കുന്ന പാമ്പിനെ സൗമ്യനാക്കി മാറ്റി, മര്യാദക്കനാക്കി, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാക്കി മാറ്റി കഴിഞ്ഞിട്ട് അങ്ങോട്ട് കണ്ടിട്ടില്ലേ ചില വീഡിയോസിലൊക്കെ പാമ്പിന് ഉമ്മ കൊടുക്കുന്നു. എന്നിട്ട് ഈ പാമ്പ് ഇങ്ങനെ മുഖത്തൂടെ ഒക്കെ നാക്ക് ഉപയോഗിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിൽ നക്കുക എന്ന് പറയും. അതൊക്കെ ചെയ്യും. എന്തൊരു രസമാണെന്നറിയോ? ഈ പാമ്പും അങ്ങനെ ചെയ്യും, നിങ്ങളുടെ കൂട്ടത്തിൽ കിടക്കും, ഇതെല്ലാം ചെയ്യും. ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ആ ലെവലിലേക്ക് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ, ഈ പാമ്പിനെ കൊണ്ട് ഇതുപോലെ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി. ഇനി ഇതിലെ ഒത്തിരി ആൾക്കാർ കല്യാണം കഴിച്ച ആൾക്കാരാണ്. അമ്മായിമ്മയൊന്നും അടുത്തില്ലെന്ന് വിചാരിക്കുന്നു. ഈ അമ്മായിമ്മയുടെ വലിയ ശല്യം ഉണ്ടെങ്കിൽ ആ അമ്മായിമ്മമാരെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരമ്മയാക്കി മാറ്റിത്തരും. പിന്നെ ഭർത്താക്കന്മാരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല, ഭാര്യമാരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളായിട്ട് ആ വ്യക്തി മാറിയിരിക്കാൻ ഗ്യാരണ്ടി ഈ 6 ദിവസത്തെ ക്ലാസ് കഴിയുന്നു. നിങ്ങളൊന്നും ചെയ്യണ്ട, അവർ മാറിക്കോളും. അവരെ എനിക്ക് വിട്ടു തന്നിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ പറയും, സാറേ അവര് മാറുന്നുണ്ടല്ലോ, കെട്ടിയവന് ഭയങ്കര മാറ്റം കാണുന്നു. ഞാൻ രാത്രി വന്നായിരുന്നു, അയാൾ ശരിയാക്കി എടുക്കുക, ഗ്യാരണ്ടി ഉണ്ട്. ഇതാണ് യു വിൽ ഗെറ്റ് ദ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇനി ആൾക്കാരൊക്കെ പെട്ടെന്ന് ചാടിപ്പോകാൻ തുടങ്ങും. അതിന് മുമ്പായിട്ട് കാര്യം പറഞ്ഞേക്കാം, ബുധനാഴ്ചയാണ് ക്ലാസ് തുടങ്ങുന്നത്. അതിന് മുമ്പായിട്ട് അതിൻ്റെ ഫീസ് 2000 രൂപ അടച്ചിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് NLP പ്രാക്ടീഷൻ എന്നുള്ളൊരു സർട്ടിഫിക്കറ്റും കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ താല്പര്യമുള്ളവർ ഇന്നോ നാളെയോ ചൊവ്വാഴ്ചയ്ക്കോ മുമ്പായിട്ട് അയച്ചു തരിക. പിന്നെ അതിൻ്റെ വീഡിയോ റെക്കോർഡ് അയച്ചു തരും, നോട്ടും അയച്ചു തരും. പിന്നെ ഈ പറഞ്ഞ 6 ബുധൻ വ്യാഴം വെള്ളി 3 ഡേയ്സ്, ഇപ്പൊ സാറ്റർഡേ സൺഡേ ഹോളിഡേയ്സ്, തിങ്കൾ ചൊവ്വ ബുധൻ എഗെയിൻ. അപ്പൊ ഈ 10 ദിവസം ഐ വിൽ ബി ഫ്രീ. എപ്പോൾ വേണേലും നിങ്ങൾക്ക് എന്തിനു വേണേലും എന്നെ വിളിക്കാം. കൗൺസിലിങ്ങിനോ തിയറിയെ പറ്റി ഡൗട്ടുള്ളതോ, ലോകത്തിലുള്ള എനിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ലോകത്തിലുള്ള അണ്ടർ ദ സൈൻ എനിത്തിങ് യു ആസ്ക് മീ ഐ വിൽ ഗിവ് യു ദ ആൻസർ. ഇവിടെയൊക്കെ അറിയാം, അത്ര ഭയങ്കരനാണ്. അത് ദൈവത്തിനെ പറ്റി ചോദിച്ചാലും
പുണ്യാളെ പറ്റി ചോദിച്ചാലും ചെറുത്തനെ പറ്റി ചോദിച്ചാലും ഐ ക്യാൻ ഗിവ് യു ആൻസർ ഇൻ സച്ച് എ വേ ദാറ്റ് യു ബിക്കം ഹാപ്പി. അതല്ലേ വേണ്ടത്. ആ ഇനി ഞാൻ ലാസ്റ്റ് ആ ഡോസും കൂടെ തന്നേക്കാം. വാട്ട് ഈസ് NLP? 6 ദിവസം പഠിച്ചു. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വരികയില്ലായിരിക്കും 6 ദിവസത്തെ ക്ലാസ്സിന്. ഇല്ല, ഈ പറഞ്ഞതിൻ്റെ പേര് വരാതിരിക്കുകയെന്നുണ്ടെങ്കിൽ പറയാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. യു തിങ്ക് ഇൻ സച്ച് എ വേ ദാറ്റ് യു ബിക്കം ഹാപ്പി. തീർന്നു. ഇത്രയേ ഉള്ളൂ. ഇതാണ് NLP എന്ന് പറയുന്ന സാധനം. നീ ചിന്തിച്ചാൽ മതി എങ്ങനെ തീരണമെന്ന്. യു വിൽ ബിക്കം ദാറ്റ്. അതാണ് NLPയുടെ ബേസിക് പ്രിൻസിപ്പിൾ. അതിന് വേണമെങ്കിൽ ആ തിങ്കിങ് എന്ന് വേണമെങ്കിൽ നമ്മുടെ NLPയുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് എന്ന് പറയും. യു പ്രോഗ്രാം യുവർ മൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് യു ബിക്കം ഹാപ്പി. തീർന്നു. ഈ പാമ്പിനെ നീ ഹാപ്പി ആക്കുന്ന രീതിയിൽ അവനെ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബിക്കം ഹാപ്പി. പാമ്പും ഹാപ്പിയായി, നീയും ഹാപ്പിയായി. എല്ലാ കാര്യം എങ്ങനെ? ഈ അമ്മായിമ്മനെ ശരിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ യു തിങ്ക് ഇൻ സച്ച് എ വേ ദാറ്റ് യു വിൽ ബിക്കം ഹാപ്പി വിത്ത് അമ്മായിമ്മയായിട്ടുള്ള ബിഹേവിയർ, പെരുമാറ്റത്തിൽ യു വിൽ ബിക്കം ഹാപ്പി. അതോടുകൂടി അമ്മായിമ്മ ഹാപ്പിയായി. നിനക്ക് ദേഷ്യം വന്നാലും നീ ചിരിച്ചുകൊണ്ടിരുന്നേച്ചാൽ മതി, ആർക്കും നിന്നോട് ദേഷ്യം തോന്നിയില്ല. ആർട്ടിഫിഷ്യലായിട്ട് ചിരിച്ചാൽ മതി. വേണമെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്തോളൂ. ഒരാൾ നിങ്ങളോട് ഇപ്പം ചീത്ത പറയാ, തെറി പറയാന്ന് കുട്ടിക്കോ, ഇന്ന് ചുമ്മാ വളിച്ച് ചിരിച്ചുകൊണ്ടിരുന്നാൽ മതി. കുറേ നേരം ചിരിച്ചു കഴിയുമ്പോൾ അവൻ അറിയാതെ ചിരിക്കും. ഇവനെ ഭ്രാന്തനാണോ, ഞാൻ നല്ല പുളിച്ച തെറി വന്നിട്ടുണ്ട്, എന്നിട്ട് ഇവൻ ചിരിച്ചുകൊണ്ടിരിക്കുക. ചിരിക്കാൻ അങ്ങനെ പ്രത്യേകമുണ്ട്. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചിരിച്ചാലും അറിഞ്ഞോണ്ട് ചിരിച്ചാലും അറിയാണ്ട് ചിരിച്ചാലും കണ്ടോണ്ട് നിൽക്കുന്നവന് ചിരി വരും. അവന്റെ ഉള്ളിൽ കൂടെ പോകുന്നതിനൊന്നും കരുതില്ല. അവൻ ഇക്കാര്യം ഇവൻ വട്ടനാണ് എന്നും കൊണ്ട് നമ്മളങ്ങ് അവരും ചിരിക്കും. നമുക്കത് കിട്ടിയാൽ മതിയല്ലോ. അവൻ എന്ത് വിചാരിച്ചുകൊണ്ട് ചിരിക്കുന്നത് നമുക്കും അറിയത്തില്ല. സോ ഐ വിൽ ഓൾസോ ബിക്കം ഹാപ്പി. ദിസ് ഇസ് ദ വേ ടു ബിക്കം ഹാപ്പി. യു ജസ്റ്റ് അസ്യൂം ദാറ്റ് ഐ ആം എ ഹാപ്പി പേഴ്സൺ. വേണ്ട, ഹാപ്പി അല്ല, സമ്മതിച്ചു. ബട്ട് യു ജസ്റ്റ് അസ്യൂം, ചുമ്മാ ഒന്ന് വിചാരിച്ചാൽ മതി ഞാൻ ഹാപ്പിയാണ്. ഹാപ്പി ആയിട്ട് വിചാരിച്ച് ഹാപ്പിനെസ് ഇരിക്കുന്ന ഒരാളിന് ഹാപ്പി ആയിട്ട് മാത്രമല്ല റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരാൾ നമ്മളോട് വിളിച്ച് തെറി പറയുമ്പോഴും ഞാൻ ഹാപ്പി അല്ല, എനിക്ക് വെറുപ്പ് തോന്നുന്നുണ്ട്, എന്നാലും ഞാൻ ഹാപ്പിനെസ്സിൽ ആർട്ടിഫിഷ്യലായിട്ട് ഇരിക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ റെസ്പോൺസും ഹാപ്പിനെസ്സിലായിരിക്കുമല്ലോ. മതി, അയാൾക്കത് മതി. He will change. This is how others are changed. നിങ്ങൾ വെറുതെ ആക്ട് ചെയ്താൽ മതി, others will change. ഇതാണ് അതിനകത്ത് സീക്രട്ട്.